സമാധാനമുറങ്ങിയ മണ്ണിൽ ഒരു നിമിഷം കൊണ്ട് അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ ആ രാജ്യത്തിന് തന്നെ സംഭവിച്ച നഷ്ടങ്ങൾ ഏറെയാണ്. കലുഷിതമായ മണ്ണിൽ ഇപ്പോൾ ഏതാണ്ട് രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിട്ടുണ്ട്. എന്നാൽ നേപ്പാൾ സാധാരണ നിലയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും സമയം ആവശ്യമാണ്. രാഷ്ട്രീയ ചൂടിൽ ഉരുകിയ ജനങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ഭരണത്തിൽ നിന്ന് പ്രസിഡന്റിനെ ഉൾപ്പെടെ തുരത്തിയെങ്കിലും നേപ്പാളിന്റെ അരക്ഷിതാവസ്ഥ ഇന്ന് ഏറെയാണ്. നേപ്പാളിലെ ഒരു സർക്കാർ വകുപ്പുകൾക്കും ഇന്ന് ഒരു ഓഫീസ് സംവിധാനമില്ല. അക്രമങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കെട്ടിടങ്ങളും ഉൾപ്പെടെ എല്ലാം തന്നെ അഗ്നിക്കിരയായി. സുപ്രധാന ഫയലുകൾ, രേഖകൾ, കമ്പ്യൂട്ടറുകൾ, എന്തിനേറെ ഇരിക്കാനുള്ള കസേരകൾ പോലുമില്ലാത്ത അവസ്ഥ. ജോലിക്കെത്തിയ പലരും ഓഫീസ് ടെന്റുകളാക്കി. നിയന്ത്രണങ്ങൾ നീക്കിയതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുഗതാഗതം ആരംഭിച്ചിരുന്നു. ഒപ്പം കാഠ്മണ്ഡുവിൽ നിന്ന് വിവിധ ഇടങ്ങളിലേക്കായി ബസ് സർവീസും ആരംഭിച്ചിട്ടുണ്ട്. പഴയ ഓഫീസ് കെട്ടിടങ്ങളിൽ തന്നെയാണ് പോലീസ് തുടരുന്നത്. പ്രദേശങ്ങൾ വൃത്തിയാക്കാനും മറ്റുമായി നാട്ടുകാർ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 50-ൽ പരം ആളുകൾ മരിക്കുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പ്രക്ഷോഭത്തിൽ തടവുകാർ പോലും രക്ഷപ്പെടുകയുണ്ടായി. നേപ്പാളിലെ സാഹചര്യങ്ങൾ പിടിവിട്ടു പോകുമെന്നറിഞ്ഞതോടെയാണ് സുശീല കിർക്കി നേപ്പാളിന്റെ താൽക്കാലിക പ്രധാനമന്ത്രി എന്ന ചുമതലയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രക്ഷോഭത്തെ തുടർന്ന് ഇടക്കാല സർക്കാർ രൂപീകരിക്കേണ്ടി വന്ന നേപ്പാളിൽ 2026 മാർച്ച് 5-നാകും തെരഞ്ഞെടുപ്പ് നടക്കുക. നിലവിൽ പുതുതായി 3 മന്ത്രിമാരാണ് നേപ്പാളിൽ സ്ഥാനമേറ്റെടുത്തിരിക്കുന്നത്. നേപ്പാൾ വൈദ്യുതി ബോർഡ് മുൻ സിഇഒ കുൽമൻ ഖിസിംഗ്, മുൻ ധന സെക്രട്ടറി രമേശ്വർ ഘനാൽ, അഭിഭാഷകനായ ഓം പ്രകാശ് ആര്യൽ എന്നിവരാണ് ഇടക്കാല സർക്കാരിലെ മന്ത്രിമാർ. ഇടക്കാല സർക്കാർ വന്നെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ നേപ്പാളിന് മുന്നോട്ടു പോകുക എന്നത് അത്യന്തം ദുഷ്കരം തന്നെയാണ്. സോഷ്യൽ മീഡിയ നിരോധനത്തിലൂടെ ജെൻസി തലമുറ പ്രതിഷേധമുയർത്തിയതോടെ പ്രതിരോധത്തിലായ സർക്കാർ ഇനിയും അഴിമതി ഭരണത്തിൽ മുങ്ങാതിരുന്നാൽ, മണ്ടൻ തീരുമാനങ്ങൾ എടുക്കാതിരുന്നാൽ ഒരുപക്ഷെ മുന്നോട്ടുള്ള ഭരണം സുഗമമായേക്കും.